വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടി നടത്താൻ. ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി. ഈ ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു. മനസ്സിലായില്ല? അതറിയാമല്ലോ, പെരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും. ഇവരെല്ലാം അവിടെ തന്നെയാണ്. ഈ പ്രതികളും കൂട്ടുകാരും പാർട്ടിക്കാരും എല്ലാം അവിടെ തന്നെ എന്ത് നടക്കും. അവിടെ ചെയ്യരുത് എന്ന് ഈ വിക്ടിമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ്. ഒരു സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു. കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളെല്ലാം ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്. ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ, ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, എന്താണ് അതിന്റെ മെസ്സേജ് എന്താ? ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സോറി മാഡം, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല അങ്ങനെ പറയാമല്ലോ. ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ്, ഒരു പൊതുപരിപാടിയല്ല എന്ന് പറയാം. ഇനി അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ADM-നെ സംസാരിക്കുമ്പോഴും അപ്പോൾ സോറി മാഡം, ഇങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത്, ഒരു യാത്രയപ്പ് യോഗമാണ് എന്ന് പറയുന്നത് ആകാശം ഇടിഞ്ഞു വീഴുക. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതൊക്കെ വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.